സാറേ, സമരവും ഞങ്ങളെ പ്രശ്നം വന്നാൽ ഞങ്ങൾ ആദ്യകാലം തൊട്ട് തുള്ളി കെട്ടി കിടക്കുന്നവരാണ്. 14 വർഷം കൊണ്ട് നമ്മൾ കിടക്കുന്നവരാണ്. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പട്ടയം കൊടുക്കുന്ന ഒരു പേരിൽ അവരിപ്പം സുമാൽ MLA പേരും എല്ലാവരും കൂടെ ചേർന്ന് വന്നിട്ട് ഈ കഴിഞ്ഞ ഒരു ഹർത്താലിൻ്റെ അന്ന് മരം കച്ചവടത്തിന് മുതലാളിമാരെയും കൊണ്ടുവന്ന് ബദറിൽ നിന്ന് പറഞ്ഞ ആളും കൂടെ ഒരു പാർട്ടി നേതാവാണ്. അപ്പോൾ ഇവരെയും കൊണ്ടുവന്നിട്ട് മരം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ MLA പറയുന്നല്ലോ, MLA പി എന്ന് പറഞ്ഞൊരു ഭാഷയോടെ വന്നേക്കുന്നത്. അപ്പം മരം മേടിക്കാനായിട്ട് അയാളാണ് കൂടെ മരം കച്ചവടം ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ മരം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടയമില്ല എന്നാണ് അവരുടെ ഇത്. അപ്പോൾ ഇത് സുബാൽ MLA ഫണ്ടിൽ പണം പോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുബാൽ MLA എന്ന് പറയാൻ നാളെ പട്ടയം കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മരം കൊടുക്കാത്തതിൻ്റെ പേർക്ക് ഇവർ പട്ടയം തരത്തില്ല. അപ്പം ഞങ്ങൾക്ക് ആദ്യം കിടന്ന ഷെഡിൽ നമ്മൾ പൊളിച്ച് മാറ്റി കൊടുക്കണം. ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറഞ്ഞാൽ വലിയൊരു കുന്നും പുറത്താണ്. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞാൽ അവർ സമാധാനം പറഞ്ഞേ ഒക്കുള്ളൂ സാറേ. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടിയുടെ പ്രകാശമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സമരഭൂമി പോലും 14 വർഷം കൊണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ് ഇപ്പം അവർക്ക് നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ഷെഡ് അവർക്ക് കൊടുത്തേക്കുന്നത്. അത് ഇന്നലെ തന്നെ 2000 രൂപ വെച്ച് പിരിവാണ്. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പിരിവ് മേടിച്ചാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം തന്നെ കുളത്തൂപ്പട്ട് തൊട്ട് സമരം അരിപ്പം വരെ ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ പരിപാടിയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് നാളെ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി. ഇത് ആരുടെ പണമാണ് സാറേ? ഇത് ഞങ്ങളെപ്പോലെ കുറേ അർജൻസ് ആ സമരഭൂമി കയറി കിടന്ന് ഞങ്ങൾ പാവപ്പെട്ട ഒരു കഞ്ഞിയും കുടിച്ച് വെള്ളം പോലും കുടിക്കാതെ കിടന്നതിൻ്റെ പേർക്ക് ഇപ്പം അവർ പണം മേടിച്ചിട്ട് അവർ മരവും കച്ചവടം ചെയ്യുന്ന അവർ നമ്മളെവിടെ നിന്ന് ഇറക്കിയുമ്പോഴാണുള്ള ഉദ്ദേശമാണ്. നമ്മൾ കിടക്കുന്ന ഷെഡിൽ നമ്മൾ മാറത്തില്ല. അതിന് MLA അല്ല, നേതാക്കന്മാരല്ല, ആര് വന്ന് പറഞ്ഞാലും ഞങ്ങൾ മാറത്തില്ല. ഇപ്പോൾ അവർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ നാളെ പട്ടയം കൊടുത്ത ഉടനെ നിങ്ങളുടെ ഷെഡിൽ ആർക്കാണ് പേര് വന്നേക്കുന്നു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഞങ്ങൾ ഇറങ്ങാൻ സാധ്യമല്ല. ഞങ്ങൾ ഇറങ്ങണമെങ്കിൽ സുബാൽ MLA അയാൾക്കുള്ള കൂടെ ഉള്ള ഭാരവാഹികൾ മൊത്തം ബദർ പിന്നെ തലസില്ലാർ ഇവരെല്ലാം ഇതിന് സമാധാനം പറഞ്ഞേ ഒക്കോളൂ സാറേ. പറയാൻ നമ്മൾ വിടത്തില്ല. കാര്യം ഞങ്ങൾ 14 വർഷം കൊണ്ട് അവിടെ കിടക്കുന്നവരാ. ഞങ്ങളെ ഷെഡ് പൊളിച്ച് മാറ്റി ഒരു പണവും മേടിച്ചിട്ട് വേറൊരു പാർട്ടിക്ക് നമ്മൾ ഷെഡ് കൊടുക്കാന്ന് പറയാം. അതിൻ്റെ ന്യായം സാറേ പറയുന്നത്. ഞങ്ങൾക്ക് എത്രയേ ഉള്ളൂ. ഈ മരം തന്നെ ഇപ്പം സർക്കാർ നേരിട്ട് കൊടുക്കുവാണെങ്കിൽ 3 കോടി രൂപയുടെ മരമുണ്ട്. സർക്കാർ കൊടുത്തോട്ട് സർക്കാർ കൊടുത്ത് ഞങ്ങൾക്ക് മരുഭൂമി മതി സാറേ. ഇത് അതിൻ്റെ പേർക്ക് ഈ മരം മൊത്തം കൊടുത്ത് MLA ഫണ്ടിൽ പോകാന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള കേസിട്ടല്ലേ? ഇത് സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം ഗൂഗിൾ പേ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് മരം കൊടുക്കാത്തവരാണ് അവർ പുറകോട്ട് മാറ്റി മരം ഇല്ലാത്തൊരു കുന്നുംപുറത്ത് കൊണ്ട് കയറ്റുന്നത്. നമ്മൾ മരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിന്റെ ഒരു തീരുമാനം അറിയാതെ നമ്മൾ മരം കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പം തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇപ്പം കൊടുത്തത് ഞങ്ങൾക്ക് 234 നമ്മളെ പ്ലോട്ട് നമ്പർ നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ. ഇപ്പം അത് നമ്മൾ മരം കൊടുക്കാത്തതിൻ്റെ പേർക്ക് നമുക്ക് അക്കരെ കുന്നിൽ 153 കൊണ്ടേക്കുന്നു. നമ്മളത് പോകത്തില്ല സാറേ. കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വെളിപ്പാറ്റിക്ക ഇവർ പൈസ മേടിച്ചിട്ടാ. ഇവർ സമരഭൂമി കണ്ടിട്ടാത്ത ആൾക്കാരെ സാറേ. ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾ 14 വർഷം ഇന്നുവരെയും സമരഭൂമി കണ്ടിട്ടാത്ത ആൾക്കാർക്കാണ് ഇപ്പം വസ്തുക്കൾ കൊടുക്കുന്നത്. അവർ ഫാനിലും AC കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർക്കാണ്, സ്വന്തമായിട്ട് വീടുള്ള ആൾക്കാർക്കാണ് ഇപ്പം നമ്മളെ കുടിൽ പൊളിച്ച് മാറ്റിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളത് കൊടുക്കത്തില്ല. ഞാൻ പിന്നെ ഇറക്കി നമ്മൾ ഇറങ്ങത്തില്ല. ഇനി പട്ടാളകളിൽ പോലീസ് വന്നാലും ഒന്നി അവർ നമ്മളെ കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എണ്ണ ഒഴിച്ചേർത്ത് ചാവും. ഞങ്ങൾ ഇവരെല്ലാം പേര് എഴുതി വെക്കും. കളക്ടർക്ക് 2 പേപ്പർ കൊടുത്തില്ലേ? കളക്ടർക്ക് ഞാൻ നേരിട്ട് പോയി കളക്ടർ ഓഫീസിൽ പോയി 2 പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് കളക്ടർ മറുപടി വന്നിട്ടില്ല.